എല്ലാവർക്കും നമസ്കാരം. നേരത്തെ ഗോവിന്ദൻ്റെ കൂടെ കുറേ കളിച്ചു. അപ്പോൾ നേരത്തെ ഒരു ഫയലിൽ ഒരു ഓഡിയോ പിടിക്കുമ്പോൾ ലാസ്റ്റ് വിളിച്ച് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ശ്വാസം കൺട്രോൾ ചെയ്യാൻ കുറച്ച് കഴിഞ്ഞു. അപ്പോൾ പുതിയൊരനുഭവം. ഡിയർ ബ്രദർ ശ്രീകാന്ത് ആദ്യമായിട്ട് അങ്ങനെ ഗംഭീരമായിട്ട് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. കുറേ അധികം നാളായി ഞാനും ത്രിമധുരം ചാനലിനൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട്. പലരുടെയും അനുഭവങ്ങൾ കേട്ട് കോരിത്തരിച്ച് പോവാറുണ്ട്. ഉണ്ണിക്കണ്ണൻ്റെ അത്ഭുത ലീലകൾ പറഞ്ഞറിയിക്കാനാവുമോ? എൻ്റെ അനുഭവം ത്രിമധുരത്തിൽ പറയാമെന്ന് കണ്ണന് വാക്ക് കൊടുത്തിരുന്നു. ഈ അനുഭവം എല്ലാവർക്കും ഒരു പ്രചോദനമാവുമെന്ന് തോന്നി. 4 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഓട്ടോ ഇമ്മ്യൂണൽ ഡിസീസ് വന്നു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ കരൾ മാറ്റിവെക്കണമെന്ന് എന്നെ ചികിത്സിച്ചു കൊണ്ടിരുന്ന ഡോക്ടർ പറഞ്ഞു. ഞാൻ അതിന് സമ്മതിച്ചില്ല. എൻ്റെ കുടുംബത്തെ വലിയ ബാധ്യതയിലേക്ക് തള്ളിവിടാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ ഇതറിയിക്കണ്ട എന്ന് ഡോക്ടറോട് ഞാൻ പറഞ്ഞു. വീട്ടിൽ വന്ന് എൻ്റെ മുറിയിൽ കയറി വാതിലടച്ച് ഒച്ച പുറത്ത് കേൾക്കാതെ കുറേ കരഞ്ഞു. അതിനിടയിൽ ഒരു സ്വപ്നം കണ്ടു. നാട്ടിലെ കൃഷ്ണക്ഷേത്രവും അവസാനം ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ എന്നെ കൈപിടിച്ച് നടത്തുന്നതായും. വേറെ ഡോക്ടറിനെ കണ്ടു ചികിത്സ തുടർന്നു. മിക്കവാറും മാസങ്ങളിൽ ഞാൻ ഗുരുവായൂരെത്തും. കഴിഞ്ഞ മാസം കുറേ ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതിന് 2 ദിവസം മുൻപ് ഞാൻ ഗുരുവായൂരിലെത്തി. കണ്ണിറയെ കണ്ണനെ കണ്ടു പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ടെസ്റ്റും സ്കാനിങ്ങും ഒക്കെ കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, ഇപ്പോഴൊരു കുഴപ്പമില്ല. എൻ്റെ പൊന്നുണ്ണി ഈ അമ്മയെ കാത്തു. എങ്ങനെ ഞാൻ എൻ്റെ പൊന്നുണ്ണിയോട് കടം വീട്ടും? ശ്രീ, ഇത് വായിക്കണം. ഒരു സാധാരണ അനുഭവമല്ല ഇത്. മിറക്കിൾ എന്ന് വിശേഷിപ്പിക്കാം. എൻ്റെ പൊന്നുണ്ണിയുടെ നാമത്തിലെ എല്ലാവർക്കും നന്മ തരുന്നു. ഒപ്പം ശ്രീകാന്തിനും കുടുംബത്തിനും ഗോവിന്ദനും. എന്താ കഥ? അതേ പറഞ്ഞിട്ടുണ്ട്, ഒരു സാധാരണ അനുഭവമല്ല. ആരുമില്ലാത്തവരെ അങ്ങനെ ചേർത്ത് പിടിക്കും കണ്ണൻ, ഒരു സംശയമില്ല. അതൊരു ഭയങ്കര ഫീലിംഗ് തന്നെയാണല്ലേ. ചില സമയത്ത് നമ്മളറിയാതെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന സമയമായിരിക്കും ജീവിതത്തിൽ. അപ്പോൾ നമുക്ക് പിന്നെ വേറെ ഒരു രക്ഷയില്ല എന്നുള്ളതാണ് സത്യം. നമ്മളങ്ങോട്ട് വിളിക്കും, കറഞ്ഞുകൊണ്ട് വിളിക്കും. എന്താ കഥ? അപ്പം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. ഗ്രൂപ്പിൽ വന്നിട്ട് അനുഭവങ്ങൾ അയക്കുക കേട്ടോ. ഹരേ കൃഷ്ണ.